അല്ലെങ്കിലും പാർട്ടി പരിപാടികളിൽ ആളെണ്ണം വർദ്ധിപ്പിക്കാൻ പല വഴികളും ചെയ്യുന്നവരാണ് പാർട്ടി നേതാക്കൾ. സർക്കാർ ഉദ്യോഗസ്ഥരിൽ തുടങ്ങി തൊഴിലുറപ്പ് തൊഴിലാളികൾ വരെ. എന്തിനേറെ പറയുന്നു, സ്കൂൾ കുട്ടികളെ വരെ ക്ലാസ് മുടക്കി ഇത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നു. അതിൻ്റെയൊക്കെ നല്ലൊരു ഉദാഹരണമാണ് സർക്കാരിൻ്റെ നവകേരളം പരിപാടി. അതിൽ പരിപാടികളെ ആളുകളെ തികയ്ക്കാൻ വേണ്ടി എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയും കൂട്ടാളികളും ചെയ്തു കൂട്ടിയത്. പൊരിവെയിലത്ത് കുട്ടികളെ നിർത്തിയതും അങ്ങനെ എന്തെല്ലാം. ഇതൊക്കെ കണ്ടും കേട്ടും അതിനെതിരെ ഒന്നും ചെയ്യാനാകാതെ പൊതുജനങ്ങളും. രാജഭരണം പോലെയെന്ന് പറയുന്നതാകും ഉത്തമം. രാജാവ് പറയുന്നു, അടിമകളെ പോലെ ജനങ്ങൾ അനുസരിക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് കുറച്ച് ആശ്വാസമേകുന്ന നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇലക്ഷൻ റാലിയിൽ കുട്ടികളെ അണിനിരത്തിയാൽ പിടി വീഴും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോസ്റ്ററുകളും ലഘുലേഖകളും മുദ്രാവാക്യങ്ങളും ഉൾപ്പെടെയുള്ള പ്രചാരണത്തിന് കുട്ടികളെ ഉപയോഗിക്കരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. തിങ്കളാഴ്ചയാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകിയത്. രാഷ്ട്രീയ നേതാക്കളും സ്ഥാനാർത്ഥികളും കുട്ടികളുടെ കൈകളിൽ പിടിക്കുക, വാഹനത്തിൽ കൊണ്ടുപോവുക, റാലികളിൽ അണിനിരത്തുക തുടങ്ങി ഒരു തരത്തിലും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അവരെ ഉപയോഗിക്കരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കവിത, പാട്ടുകൾ, രാഷ്ട്രീയ പാർട്ടിയുടെയോ സ്ഥാനാർത്ഥിയുടെയോ ചിഹ്നങ്ങളുടെ പ്രദർശനം എന്നിവയുൾപ്പെടെ ഏതു വിധത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണത്തിനും കുട്ടികളെ ഉപയോഗിക്കുന്നതിന് നിരോധനമുണ്ടെന്ന് കമ്മീഷൻ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ സജീവ പങ്കാളികളാകാൻ രാഷ്ട്രീയ പാർട്ടികളോട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അഭ്യർത്ഥിച്ചു. അഭ്യർത്ഥന പരിഗണിച്ച് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ടു പോയാൽ ജനങ്ങൾക്കതൊരു ആശ്വാസമായേക്കും.